ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അരവിന്ദൻ പാലക്കാട്ട് നിന്ന് ചോദിക്കുന്നത്, ഭാഷയെ സംരക്ഷിക്കാൻ എഴുത്തുകാർ ഒത്തുചേരുന്നു എന്ന വാർത്ത കണ്ടു. ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? എന്ത് പറയാനുണ്ട് ശ്രീനിവാസന് എന്നാണ് ചോദ്യം. ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടി എഴുത്തുകാർ ഒത്തുകൂടി കഴിഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ്. മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു തിരുവനന്തപുരത്ത് വെച്ച് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ. അതിൽ എഴുത്തുകാർ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞു. മലയാള ഭാഷയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം അവരിൽ പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളിലൊന്നു തന്നെയാണ്. ഞാനേതായാലും ഒരു മലയാളി എന്ന നിലയിൽ മലയാള ഭാഷയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ മലയാളിയുടെ വേര് എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുറച്ച് വെച്ചിട്ട് വേണമല്ലോ അഭ്യാസങ്ങൾ എവിടെ വേണമെങ്കിലും നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെ കാലുറപ്പിച്ച് വെക്കേണ്ടത് നമ്മുടെ തന്നെ നാട്ടിലും നമ്മുടെ തന്നെ ഭാഷയിലുമായാൽ നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനകൾ നമ്മുടെ ഭാവന എല്ലാം ഒരു മാതൃഭാഷയിലാവുന്നത് വളരെ നല്ലതാണെന്നാണ് തോന്നുന്നത്. കാരണം വേറൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് ഭാഷക്കാരെ നോക്കുന്നു. തമിഴ്നാടാണെങ്കിൽ അവർ ഭാഷയ്ക്ക് വേണ്ടി മരിക്കും. അപ്പോൾ ബംഗാളികളായാലും തെലുങ്കനായാലും കർണാടകക്കാരനായാലും അങ്ങനെ ഇതുണ്ട്. ഇവിടെ മലയാളത്തിന് ഒരു മോശം അവസ്ഥയാണ്. കാരണം മലയാളം സംസാരിക്കുക എന്ന് പറയുന്നതിന് ഞാൻ ഈ ചാനലിലെ വേറൊരു പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾക്ക് മലയാളം നല്ല വശമില്ല എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന രക്ഷിതാക്കളുടെ കാലഘട്ടമാണിത്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതേസമയം ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നോ മറ്റൊരവസ്ഥ വന്നാൽ ഞാൻ പറഞ്ഞത്, ഈ കുട്ടീനെ കൊന്നിട്ട് ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തകളെ. അത്ര വലിയ പ്രശ്നമാണ്. ഇംഗ്ലീഷിലൊരു അക്ഷരം തെറ്റിപ്പോയി, ഇംഗ്ലീഷിലൊരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഭാഷ എന്ന് പറയുന്നത് ഒരാളും വേറൊരാളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. ഭാഷ എന്ന് പറയുന്നത് ഒരാളുടെ ആശയം വേറൊരാൾക്ക് മനസ്സിലാവാനുള്ളതാണ്. ഇപ്പോൾ വായന എന്ന് പറയുന്നത്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു നമ്മൾ. അപ്പോൾ പുസ്തകങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം ചിന്തകൾക്കും അപ്പുറത്ത് ബുദ്ധിമാന്മാരായ നിരവധി എഴുത്തുകാർ, നിരവധി ആളുകൾ അവരുടെ ചിന്തകൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് വായന കൊണ്ട് മറ്റുള്ളവരുടെ ചിന്തകളും നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ചിന്തകൾക്ക് പുറമെ അങ്ങനെ ഒരു താരതമ്യ പഠനത്തിനും സ്വന്തം നിലപാടെടുക്കാൻ മറ്റുള്ള നിരവധി ആളുകളുടെ നിലപാടുകളുമായി താരതമ്യം ചെയ്ത് നമുക്ക് സ്വന്തമായൊരു നിലപാടെടുക്കാൻ അങ്ങനെയൊക്കെ സാധിക്കുന്നത് വായന കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടേത് എന്ന് പറയാവുന്ന ഒരു കളത്തിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഷ തന്നെ പഠിക്കണം. അപ്പോൾ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും മിനിമം, അതിലപ്പുറം പോയാലും തെറ്റൊന്നുമില്ല, ഭാഷ നന്നായി പഠിക്കാവുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.